ഹായ് കൂട്ടുകാരെ. ഇന്നത്തെ എപ്പിസോഡിൽ ഗോകുൽ തനിച്ചങ്ങനെ നിൽക്കുന്ന കണ്ട് അരികിലേക്ക് എത്തിയ രാജീവ് ഗോകുലിനോട് ചോദിച്ചു, അല്ല അളിയൻ കോടതിയില് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നറിഞ്ഞു. അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട്. അല്ല, എന്തായി? അതില് എന്താണ് അളിയന്റെ ഒരു തീരുമാനം? അളിയൻ കൊടുത്തിരിക്കുന്ന ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇതിന് വിധി വരാൻ പോകുന്നത്. അല്ല, ഈ വിധി ആർക്ക് അനുകൂലമാകും? സച്ചി ജയിക്കുവോ അതോ അവന്തിക ജയിക്കുവോ? ആരാണ് എന്ന് ചോദിച്ചതും അത് കേട്ട ഗൂഗിള് പറഞ്ഞു, അതെ, കമ്മീഷനാണേലും ഒരു സമയപരിധി ഉണ്ടല്ലോ. അതിനുള്ളിൽ ഞാൻ റിപ്പോർട്ട് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല ഒരിക്കലും കോടതി വിധി കൽപ്പിക്കുക. എന്തായാലും ന്യായം ആരുടെ ഭാഗത്താണോ അവർക്ക് അനുകൂലമായിട്ടേ വിധി ഉണ്ടാവുകയുള്ളൂ. അതിലിപ്പോ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാൻ കഴിയില്ല എന്നതായിരുന്നു ഗൂഗിളിന്റെ മറുപടി. അത് കേട്ടതും രാജീവ് പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല എൻ്റെ അളിയൻ വെറുതെ ഇങ്ങനെ അങ്ങ് അളിയൻ അങ്ങ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ അത് ഞാൻ സമ്മതിച്ചു തരില്ല. അതെ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഒഴിഞ്ഞുമാറലാണ് ഇതെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. ഇവിടെ ന്യായത്തിന്റെ ഭാഗത്താണ് വിജയം വരിക എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സച്ചിക്ക് തന്നെയായിരിക്കും. സച്ചിയുടെ ഭാഗത്താണല്ലോ ന്യായമുള്ളത്. പാവം, അവന് സമ്പത്തും നഷ്ടമായി. സമ്പത്ത് മാത്രമല്ല, അവന് മറ്റു പലതും നഷ്ടമായില്ലേ എന്ന് പറഞ്ഞപ്പോ ഗൂഗിൾ ഞെട്ടലോടെ രാജീവിനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും രാജീവ് പറഞ്ഞു, അതെ, വേറൊന്നുമല്ല, അവന്റെ ജീവിതവും പോയില്ലേ. സ്വത്തും ബിസിനസ്സും അവന്റെ ജീവിതവും എല്ലാം നഷ്ടമായില്ലേ. അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് രാജീവ് ഗൂഗിളിനോട് അറിയിച്ചു. ഉടനെ ഇതിൽ വിജയം സച്ചിക്കാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. എങ്ങനെയാണെങ്കിലും ഇനി ഏതൊക്കെ രീതിയിൽ സത്യത്തെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും, അതിനെ സ്വർണ്ണ പാത്രം കൊണ്ട് അടച്ചു വെക്കാൻ ശ്രമിച്ചാൽ പോലും ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അത് ഈ ലോകത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ നീങ്ങിയാൽ ഒരുപക്ഷെ അത് സച്ചിക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരിക, അല്ലേ അളിയ എന്ന് ഗൂഗിളിനോട് വീണ്ടും രാജീവ് അന്വേഷിച്ചു. അപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, എനിക്ക് അതിൽ കൃത്യമായി ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ കോടതിയുടെ വിവേചന പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോടതി അതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും. അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് ഗൂഗിൾ മറുപടി നൽകുമ്പോഴേക്കും അവിടേക്ക് ശിശിര വന്നു. രാജീവേട്ട, ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിച്ചതും ശരി, നീ വിളമ്പിക്കോ, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് രാജീവ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഗൂഗിളിനോട് ഭക്ഷണം കഴിച്ചു എന്ന് അന്വേഷിച്ചു. കഴിച്ച് രാജീവ് പോയി കഴിച്ചു എന്ന് പറഞ്ഞ് ഗൂഗിള് രാജീവിനെ പറഞ്ഞു വിട്ടു. ഗൂഗിളിന്റെ അടുത്ത് നിന്ന് രാജീവ് പോയി കഴിയുമ്പോഴും ഗൂഗിളിന്റെ മനസ്സിനെ അലട്ടിയത് രാജീവിന്റെ വാക്കുകളായിരുന്നു. സച്ചിക്ക് സമ്പത്ത് മാത്രമല്ല എന്നും മറ്റു പലതും അവന് നഷ്ടമായെന്നും, ഞാൻ ഉദ്ദേശിച്ചത് അവന്റെ ജീവിതമാണെന്നും കൂടി ഓർമ്മപ്പെടുത്തിയപ്പോ ഗൂഗിളിനെ അത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിരുന്നു. ഗൂഗിള് അത് ഓർത്തുകൊണ്ട് നേരെ ബാൽക്കണിയിലേക്ക് വന്നു നിന്നു. ശരിയാണ്, സച്ചിക്ക് എല്ലാം നഷ്ടമായി. ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സ്വാർത്ഥത തന്നെയാണ്. അർച്ചനയ്ക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാൽ സച്ചിക്ക് അരികിലേക്ക് തന്നെ അർച്ചന മടങ്ങണം. അതാണ് ന്യായവും, അതാണ് നീതിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ സ്വാർത്ഥനായി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റാണ്. നിയമവും നീതിയും ന്യായവും സച്ചിയുടെ ഭാഗത്ത് തന്നെയാണ് എന്ന് ഗൂഗിൾ മനസ്സുകൊണ്ട് സച്ചിക്ക് അനുകൂലമായി തന്നെ ചിന്തിച്ചു. പിറ്റേന്ന് രാവിലെ സച്ചി ക്ഷേത്രത്തിലേക്ക് പോകാനായി റെഡിയായി. കലണ്ടറിലെ അന്നത്തെ ദിവസം താൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ദിവസം ഓർത്തുകൊണ്ട് സച്ചി വേഗം ആ കലണ്ടറിന് അരികിൽ ചെന്ന് ആ ഡേറ്റിലേക്ക് തന്റെ വിരലുകൾ ഓടിച്ചു. അന്ന് സച്ചിയുടെ മനസ്സിൽ കടന്നുപോയത് 10 വർഷങ്ങൾക്ക് മുൻപ് തന്റെ ജീവിതത്തിലേക്ക് അർച്ചന കടന്നു വന്ന ആ ദിവസം സച്ചി ഓർത്തുകൊണ്ട് വേഗം അർച്ചനയുടെ ആ ഫോട്ടോ കയ്യിലെടുത്ത് അതിലൊന്ന് വിരലുകൾ ഓടിച്ച് അർച്ചനയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നു. അതിനുശേഷം വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കമലമ്മ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു. സച്ചിയോട് കമലമ്മ ചോദിച്ചു, മോനെ, നീ ഇതെങ്ങോട്ടാ രാവിലെ എന്ന് ചോദിച്ചതും ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാമേ എന്ന് സച്ചി മറുപടി നൽകിയപ്പോൾ ഇന്നെന്താ മോനെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് സച്ചി പറഞ്ഞത്, അമ്മേ, ഇന്നത്തെ ദിവസം അമ്മ മറന്നു അല്ലേ? അതെ, അമ്മ മറന്നുപോയി. എനിക്കറിയാം അമ്മേ, ഇന്നത്തെ ദിവസമാണ് അർച്ചന എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെയും അർച്ചനയുടെയും വിവാഹ വാർഷികം ഇന്നാണമ്മേ എന്നറിയിച്ചു. അത് കേട്ടതോടെ കമലമ്മ മുഖത്ത് വിരല് വെച്ച് പോയി. അയ്യോ, ഞാൻ അക്കാര്യം മറന്നുപോയല്ലോ മോനെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം എല്ലാവരുടെയും ഓർമ്മകളിൽ നിന്ന് അത് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സച്ചി വേദനയോടെ അറിയിച്ചു. അപ്പോഴേക്കും അവിടേക്ക് സ്നേഹയും അനഘയും കൂടി എത്തി. ഉടനെ കമലമ്മ പറഞ്ഞു, ശരിയാടാ മോനെ, അമ്മയോട് ക്ഷമിക്ക്, ഞാനത് ഓർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സാരയില്ലമ്മേ എന്നായിരുന്നു സച്ചിയുടെ മറുപടി. എന്തായാലും കുഴപ്പമില്ല, ഇന്നിനിപ്പോ ഇത്രയും നേരമായില്ലേ, മോൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു പോലും ഇല്ലല്ലോ. അല്ലായിരുന്നെങ്കിൽ ഞാൻ റെഡിയായി മോൻ്റെ കൂടെ വരുമായിരുന്നല്ലോ. സാരയില്ല, ഞാൻ വൈകുന്നേരം പോയി ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, സാരയില്ലമ്മേ, അമ്മ വൈകിട്ട് പോയാൽ മതി. പക്ഷേ പോയി പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വേണ്ട അമ്മയുടെ ഭാഗത്ത് നിന്ന്. എൻ്റെ അർച്ചനയ്ക്ക് വേണ്ടി
അല്ലാതെ അമ്മ പ്രാർത്ഥിച്ചാൽ മതി. അർച്ചന തിരിച്ചു വരും അമ്മേ. എനിക്ക് ഉറപ്പുണ്ട്. അവൾ എന്റെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിയെത്തും. അതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഇപ്പോ മുമ്പത്തേക്കാളേറെ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടമ്മേ എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും പിന്നാലെ അവിടേക്ക് ഓടിയെത്തുകയാണ് ആതിര. ആം, സച്ചിയേട്ടാ, ഏട്ടാ ഒരു മിനിറ്റ് ഞാൻ കൂടി വരാം. എനിക്ക് ആ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങാമല്ലോ. ഏട്ടാ, ഞാനും വരട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം ആരതി കമലമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇറങ്ങട്ടെ, ഇനി നിന്നാൽ ചിലപ്പം വൈകും. സ്നേഹേ, ഞാൻ കുഞ്ഞിന്റെ ഡ്രസ്സ് അവിടെ കഴുകിയിട്ടിട്ടുണ്ട്, അതൊന്ന് നീ എടുത്ത് അകത്തിട്ടേക്കണേ എന്ന് പറഞ്ഞ് വേഗം തന്നെ ആതിര സച്ചിയുടെ അരികിലേക്ക് ചെന്നു. ഏട്ടാ, ഏട്ടന് ഇതുവഴിയാ പോകുന്നത്? ആൽത്തറ ജംഗ്ഷൻ വഴിയാണോ എന്ന് ചോദിച്ചതും ഇതിലെ വേണമെങ്കിലും പോകാം. എവിടെയാ നിനക്ക് ഇറങ്ങേണ്ടത് എന്ന് ചോദിച്ചതും ആൽത്തറ ജംഗ്ഷനിലാണെങ്കിൽ എനിക്ക് വേഗം വണ്ടി കിട്ടും എന്ന് പറഞ്ഞു. എന്നാ ശരി, അതുവഴി പോകാം, നീ വണ്ടിയിൽ കയറിക്കോ എന്ന് പറഞ്ഞ് ആതിരയുടെ കാറിൽ കയറിക്കോളാനായിട്ട് അറിയിച്ചു. ആതിരയും ശശിയും കൂടി വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും കമലമ്മ ആകെ ടെൻഷനിലായി. ഓ, എന്നാലും അവൻ ഇന്നത്തെ ദിവസം എന്നോടൊന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ. എനിക്ക് ഉറപ്പാ, ഇന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പായി. അർച്ചന തിരിച്ചെത്തുമെന്നും അർച്ചനയെ കണ്ടതായിട്ടും അവൻ എന്തോ ഒരു അങ്ങനെ ഒരു വിശ്വാസം, അവൻ എവിടെയോ അർച്ചനയെ കുറിച്ച് എന്തോ വിവരം അവന് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സംസാരമായിരുന്നു സച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവൻ എന്നോട് പറഞ്ഞത് കേട്ടില്ലേ, അർച്ചനയ്ക്ക് വേണ്ടി മരിച്ചവർക്ക് പ്രാർത്ഥിക്കുന്ന പോലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇനി അർച്ചനയ്ക്ക് വേണ്ടി നടത്തണ്ടായെന്ന്. അത് കേട്ടതും അടുത്തിരുന്ന സ്നേഹയും അനഘയും പറഞ്ഞു, അത് പിന്നെ മുമ്പൊരു വട്ടം അമ്മ ഏട്ടത്തി മരിച്ചു എന്നുള്ള രീതിയിലല്ലേ പോയി എന്ന് അവിടെ പോയി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അത് സച്ചിയേട്ടൻ കണ്ടതുമല്ലേ, അതുകൊണ്ടാ സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഏട്ടത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അമ്മ അവിടെ പോയി വല്ല തിലഹോമം മറ്റും കഴിച്ചാലോ, അക്കാര്യം പേടിച്ചിട്ടാണ് സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞത്. സച്ചിയേട്ടന്റെ മനസ്സിൽ എന്നും അർച്ചനേട്ടത്തി ജീവനോടെയുണ്ട്. അർച്ചനേട്ടത്തിക്ക് ഒരിക്കലും മരണം ഉണ്ടാവുകയുമില്ല, അത് തീർച്ചയാണ് എന്ന് സ്നേഹ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അർച്ചനയും സച്ചിയും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും അവരുടെ ആത്മബന്ധത്തെക്കുറിച്ചും ഒക്കെ അവർ സംസാരിച്ചു. ഒരു പക്ഷേ സന്ദീപേട്ടൻ ഇങ്ങനെ മാറിയതിപ്പോ ആതിരയ്ക്ക് ഇത്രയും ധൈര്യം ഉണ്ടാവുകയും ആതിര ഇങ്ങനെയെല്ലാം ജോലിക്ക് പോകുമെന്നും ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്തായാലും ആതിരയിലെ മാറ്റം എന്തുകൊണ്ട് അത് സന്ദീപേട്ടനെ പോലും ഞെട്ടിക്കുന്ന ഒന്നാണ് എന്നൊക്കെ സ്നേഹ സംസാരിക്കുമ്പോൾ ഇതൊന്നും കേൾക്കാതിരിക്കുകയായിരുന്നു കമലമ്മ. ഉടനെ സ്നേഹ പറഞ്ഞു, ഇക്കാര്യത്തിൽ എന്തായാലും അർച്ചനേടത്തിയുടെ അനുജത്തിയാണ് ആതിരയെന്ന് ആതിര തെളിയിച്ചിട്ടുണ്ട്, അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നൊക്കെ പറയുമ്പോൾ കമലമ്മ മറ്റെന്തൊക്കെ ആലോചിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. ഉടനെ അമ്മ ഞങ്ങൾ പറയുന്നൊന്നും കേട്ടില്ലേ എന്ന് സ്നേഹ കമലമ്മയോട് അന്വേഷിച്ചു. ഇല്ല, എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം സ്നേഹ പറഞ്ഞു, അതെ, പുട്ടും കടലക്കറിയും റെഡി ആയിട്ടുണ്ടെന്ന്, നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന്. അത് കേട്ടതും അനഘ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി, വാ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോകുമ്പോൾ അർച്ചനയുടെ മനസ്സ് കമലമ്മയുടെ മനസ്സ് മുഴുവൻ സച്ചി പറഞ്ഞ ആ വാക്കുകളിലായിരുന്നു. അവൻ എന്തോ അർച്ചനയെ കുറിച്ച് എന്തോ അറിവ് കിട്ടിയിട്ടുണ്ട്, അത് തീർച്ചയാണ്, അല്ലെങ്കിൽ ഒരിക്കലും അവൻ അങ്ങനെ സംസാരിക്കില്ല എന്ന് വീണ്ടും വീണ്ടും മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ട് കമലമ്മ നിന്നു. ഈ സമയത്ത് അർച്ചന അന്നത്തെ ദിവസം അർച്ചനയുടെ ഓർമ്മകളിൽ നിന്ന് അർച്ചന ചികഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. തന്റെ വിവാഹ വാർഷികമാണ് ഇന്ന്. അർച്ചന അന്നേരം ഓർത്തെടുത്തു. അർച്ചന അത് ഓർത്ത് ആ കലണ്ടറിലെ ആ ഡേറ്റിൽ വിരലുകൾ ഓടിച്ച് കണ്ണുനീർ പൊഴിച്ച് അർച്ചന അന്നത്തെ ആ വിവാഹ ദിനം അർച്ചനയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് വേദനയോടെ അർച്ചന അങ്ങനെ ഇരിക്കുമ്പോൾ അർച്ചന ക്ഷേത്രത്തിൽ പോകാനായി ധരിക്കാനായിട്ട് എടുത്തു വെച്ചിരുന്ന ആ സാരി കയ്യിലേക്ക് എടുത്തു. അതിലൂടെ കൈവിരൽ ഓടിച്ചുകൊണ്ട് അർച്ചന ചിന്തിച്ചു. അപ്പോഴാണ് ആ സാരി തനിക്ക് വാങ്ങിച്ചു തന്ന സച്ചിയെ കുറിച്ചുള്ള ഓർമ്മ അർച്ചനയുടെ മനസ്സിലേക്ക് എത്തിയത്. ക്ഷേത്രത്തിൽ വെച്ച് ശിവയോഗിയുടെ ആശ്രമത്തിൽ വെച്ച് അന്ന് പൂജയുടെ അവസാന ദിവസം അണിയാനായിട്ട് പുതുവസ്ത്രം തനിക്ക് സമ്മാനിച്ച സച്ചിയായിരുന്നെന്നും ആ സാരിയുമായിട്ട് അരികിലേക്ക് വന്നപ്പോൾ ഇത് ആര് വാങ്ങിച്ചതാണെന്നും തനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടുവെന്നും അർച്ചന അഭിപ്രായം പറഞ്ഞപ്പോൾ ഇത് സച്ചിയങ്ങളും ആരതി ആന്റിയും തന്നതാണെന്ന് ഗൗരിമോള് പറഞ്ഞ കാര്യങ്ങൾ അർച്ചന ഓർത്തു. അർച്ചന സച്ചിയെ ഓർത്തുകൊണ്ട് വേദനയോടെ ആ സാരി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അതിനുശേഷം അർച്ചന വേഗം റെഡിയായി, കുളിച്ച് റെഡിയായി ക്ഷേത്രത്തിലേക്ക് പോകാനായി ഇറങ്ങി വരുമ്പോഴേക്കും അവിടെ ഗോകുല് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അർച്ചനയെ കണ്ടതും ഗോകുല് ചോദിച്ചു, സമൃദ്ധ, താനിത് എങ്ങോട്ടാ എന്ന് അന്വേഷിച്ചപ്പോ അർച്ചന പറഞ്ഞു, ഞാനേ ഒന്ന് ക്ഷേത്രത്തിൽ പോകുക ഗോകുൽ എന്നറിയിച്ചു. അത് ശരി, താൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ, നമുക്ക് ഒന്നിച്ചു പോകാമായിരുന്നല്ലോ എന്നതായിരുന്നു അർച്ചനയുടെ മറുപടി. അത് കേട്ടതും ഗൂഗിള് പറഞ്ഞു, താൻ തനിച്ചു പോകണ്ട, എടോ ഒരു 5 മിനിറ്റ്, ഞാൻ വേഗം ഡ്രസ്സ് ചെയ്യിച്ചിട്ട് വേഗം വരാം എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, അത് വേണ്ട ഗൂഗിൾ, ഇനിയിപ്പോ ഗൂഗിൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ നടയടച്ചാലോ, ഇപ്പോൾ തന്നെ വൈകി, ഞാൻ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞു. എടോ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും സാരയില്ല ഗൂഗിൾ, നമുക്ക് ഒരുമിച്ച് പിന്നീട് ഒരു ദിവസം പോകാം, ഇനി ഞാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകും, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അർച്ചന വേഗം പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. അപ്പോഴാണ് തൊട്ടു പിന്നാലെ ജോഗിങ്ങിനായിട്ട് രാജീവ് റെഡിയായിട്ട് എത്തിയത്. അർച്ചന ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയതും ഗോകുലിന്റെ അരികിലേക്ക് എത്തിയ രാജീവ് ചോദിച്ചു, അല്ല
സമൃദ്ധ ക്ഷേത്രത്തിലേക്ക് പോവാണോ? അതെ. അല്ല, എന്തു പറ്റി? രാജീവ് ജോഗിങ്ങിനായിട്ട് ഇറങ്ങിയോ എന്ന് ചോദിച്ചതും, പിന്നില്ലേ, കുറെ വെട്ടും കുത്തുമൊക്കെ ഏറ്റതല്ലേ ഈ ശരീരം. അതുകൊണ്ട് പഴയ ആരോഗ്യം വീണ്ടെടുക്കണം. അതുകൊണ്ട് പഴയതുപോലെ ജോഗിങ്ങും എക്സസൈസും പ്രാക്ടീസും ഒക്കെ തുടങ്ങാമെന്ന് അങ്ങ് തീരുമാനിച്ചു. എന്താ അളിയ, അളിയൻ വരുന്നില്ലേ? അളിയനും കുടിക്കോ? അളിയനെ കുറച്ച് ദിവസമായിട്ട് അളിയന്റെ തടിയൊക്കെ വല്ലാതെ ആകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ, ശരി ശരി, എന്തായാലും തൽക്കാലം രാജീവ് തനിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞ് രാജീവിനോട് പൊയ്ക്കോളാനായിട്ട് പറഞ്ഞപ്പോ ചായയുമായിട്ട് ശിശിര പിന്നാലെ എത്തി. രാജീവേട്ടാ, ദേ ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞപ്പോ, ചായ പിന്നെ മതി, എന്തായാലും ഇപ്പൊ തന്നെ വൈകി, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് രാജീവ് സമൃദ്ധ പോകുന്നത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങുന്നത് കണ്ടപ്പോഴേക്കും ഗോകുൽ വേഗം തന്നെ റൂമിലേക്ക് പോയി. എന്നാൽ രാജീവിന്റെ സംസാരം ശ്രദ്ധിച്ചു വന്ന ശിശിരയ്ക്ക് മനസ്സിൽ വീണ്ടും സംശയമായി. സമൃദ്ധി ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി. തൊട്ടു പിന്നാലെ രാജീവേട്ടൻ പ്രാക്ടീസ് എന്നും ജോഗിംഗ് എന്നും പറഞ്ഞിറങ്ങിയിരിക്കുന്നു. ഇനി ഇവർ രണ്ടുപേരും തമ്മിലുള്ള കള്ളക്കളിയാണോ ഇത്? എന്തായാലും അവളുടെ ഈ ക്ഷേത്രത്തിൽ പോക്ക് അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് ശിശിര മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഇവരുടെ കള്ളക്കളി ഞാൻ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലങ്ങനെ ഉറപ്പിക്കുമ്പോഴേക്കും ശശിയും ആതിരയും കൂടി കാറിൽ യാത്ര ചെയ്യുന്നത്. ഉടനെ ആതിരയോട് ശശി പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം ഒരു മാറ്റം നിനക്കുണ്ടാവുമെന്ന് എന്ന് ശശി അതിശയപ്പെട്ട ആതിരയോട് പറയുമ്പോ ആതിര പറഞ്ഞു, ശശിയേട്ടാ, സത്യത്തിൽ ഞാനിപ്പോ ഒരു ജോലി നമുക്ക് എത്ര അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ജോലി ഇപ്പൊ എനിക്ക് കിട്ടിയത് എന്തുകൊണ്ടൊരു ആശ്വാസം തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോ ശശി പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചിരുന്നത് നമ്മുടെ കുടുംബം നോക്കുന്നതിൽ എനിക്ക് പരാജയം സംഭവിച്ചെന്നോ എന്നൊരു ധാരണയായിരുന്നു ഇത്രയും ദിവസം എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ എന്റെ ആ ധാരണ മാറി കേട്ടോ. നീ എടുത്ത തീരുമാനം നല്ല തീരുമാനം തന്നെയാണ് മോളെ. ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവൾക്ക് സ്വന്തമായ ഒരു ജോലി ഉണ്ടാവുക എന്നത് അവളെ സംബന്ധിച്ച് അവളുടെ ജീവിതം ഒരു ജീവിതത്തിന് ഒരു അടിസ്ഥാനമായി എന്ന് തന്നെയാണ് എന്ന് ശശി ആതിരയോട് പറഞ്ഞു. ഇത് കേട്ടതും ശശിയുടെ വാക്കുകൾ കേട്ട ആതിര ചോദിച്ചു, സച്ചിയേട്ടാ, സത്യത്തിൽ ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ കാരണം തന്നെ സന്ദീപാണ്. അക്കാര്യത്തിൽ എനിക്ക് സന്ദീപിനോട് നന്ദിയുണ്ട്. കാരണം സന്ദീപ് ഇങ്ങനെയൊന്നും പെരുമാറിയില്ലായിരുന്നെങ്കിൽ, നമ്മുടെ കുടുംബം തകർത്ത് കളഞ്ഞ ആ അവന്തികയുടെ അടിമയായി സന്ദീപ് പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരു ഒരു സാധാരണ സ്ത്രീയെ പോലെ കാമുകിയായി, ഭാര്യയായി, അമ്മയായി, കുടുംബിനിയായി അങ്ങനെ അങ്ങ് ജീവിക്കുക എന്നത് മാത്രമായി ഒതുങ്ങുമായിരുന്നു എന്റെ ലോകം. അങ്ങനെ മാത്രമായിരുന്നു എന്റെ ലോകം. എന്നാൽ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി, സന്ദീപ് ഇങ്ങനെയൊക്കെ മാറിയത് കൊണ്ട് മാത്രമാണ് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് അവളെ വളർത്തണം, നല്ല രീതിയിൽ അവളെ പഠിപ്പിക്കണം, അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. അതിന് എനിക്ക് സാധിക്കും എൻ്റെ ജോലി കൊണ്ട്. ഈ ജോലി എന്നെ സംബന്ധിച്ച് ഇപ്പോ എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്, എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം കൂടിയും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന പ്രധാന കാരണം കൂടിയാണ് ഇതെന്ന് ആതിര ശശിയോട് അറിയിച്ചു. അത് കേട്ടതും ശശി പറഞ്ഞു, എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ഈ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ഓഫീസ് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അവിടെ കംഫർട്ടബിൾ ആണല്ലോ അല്ലേ എന്നായി ശശിയുടെ അന്വേഷണം. കുഴപ്പമില്ല ശശിയേട്ടാ, ഓഫീസിലെ ഓണർ എന്ന് പറഞ്ഞാല് ഒരു ദൈവവിശ്വാസിയാണ്. എപ്പോഴും പൂജയും വഴിപാടുകളും മാത്രമായി നടക്കുന്ന ഒരു ദൈവവിശ്വാസി. പിന്നെ നല്ല ശമ്പളവും കിട്ടുന്നുണ്ട്. ഓഫീസിലാണെങ്കിൽ കുറെ അധികം സ്റ്റാഫുകളുമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പരസ്പരം ധാരണയോടെയും പരസ്പര വിശ്വാസത്തോടെയുമാണ് അവിടെ എല്ലാവരും ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ കുഴപ്പമുള്ളതല്ല എന്ന് ആതിര പറഞ്ഞു. എല്ലാം കേട്ടതും സച്ചി പറഞ്ഞു, അത്രേ അറിഞ്ഞാൽ മതി. എന്തായാലും ഇപ്പോ ഏട്ടന് സന്തോഷമായി. ഇങ്ങനെയൊരു സ്വന്തമായിട്ടൊരു ജീവിതത്തിന് സ്വന്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതും സ്വന്തമായി ഒരു ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായി നിന്റേതായ രീതിയിൽ ഒരു കാഴ്ചപ്പാടുണ്ടായല്ലോ. അത് എന്തുകൊണ്ടും ഏട്ടനെ സംബന്ധിച്ച് നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്റെ ആശങ്കകൾക്ക് ഒരു പരിധി വരെ സമാധാനം നൽകുന്നുണ്ട് എന്ന് സച്ചി അറിയിച്ചു. ഉടനെ ആതിര പറഞ്ഞു, ഇനി സച്ചിയേട്ടൻ എന്നെ ഇവിടെ ഇറക്കിയാൽ മതി, ഞാൻ ഇവിടെ നിന്നോളാം, ബസ് സ്റ്റോപ്പ് എത്തിയല്ലോ എന്ന് പറഞ്ഞ് ആതിര വേഗം കാറിൽ നിന്നിറങ്ങി സച്ചിയോട് ബൈ പറഞ്ഞു പോന്നു. അതിനുശേഷം ഗോകുല് ഓഫീസിലേക്ക് പോകുന്നതിന് ഇന്ന് താൻ ലീവാണെന്നും 1-2 മീറ്റിങ്ങുകൾ മാത്രമേ ഉള്ളൂ എന്നും അതിനുവേണ്ടി ചില പ്രിപ്പറേഷന് വേണ്ടി താൻ നിൽക്കുന്നതെന്നായിരുന്നു അർച്ചനോട് ആദ്യം സച്ചി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പേപ്പേഴ്സ് ഒക്കെ അങ്ങനെ ഗോകുൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗോകുലിന്റെ അരികിലേക്ക് ശോഭ എത്തി. ശോഭ വന്ന് ഗോകുലിനോട് പറഞ്ഞു, എടാ മോനെ, എനിക്ക് ഇതിനോട് കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? എന്താണെങ്കിലും അമ്മയ്ക്ക് പറയാലോ, ഇങ്ങനെ ഒരു മുഖവരുടെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ശോഭ പറഞ്ഞു, എടാ, ചില കാര്യങ്ങൾ പറഞ്ഞു തന്നാലെങ്കിലും മനസ്സിലാക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞപ്പോ, അമ്മ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, അമ്മ തുറന്നു പറ, എന്താ പ്രശ്നം? അപ്പോഴേക്കും ഗോകുലിനോട് ശോഭ പറഞ്ഞു, എടാ, വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മളെ നേരിടും. അതിനെയൊക്കെ തരണം ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ തന്നെ ഇവിടെ ആ അസമൃദ്ധി എന്തിനാണ് നീ തനിച്ച് പുറത്തേക്ക് പോകാനായിട്ട് അനുവദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു.
അതിനിപ്പോ എന്താണമ്മേ, സമൃദ്ധ തനിച്ചു പോകുന്നതിൽ എന്താ പ്രശ്നം എന്നായിരുന്നു ഗോകുലിന്റെ അന്വേഷണം. അത് അയാൾക്ക് സ്വാതന്ത്ര്യമുള്ള ആളല്ലേ, അയാൾക്ക് ഈ നാടും ഒക്കെ നന്നായി അറിയാവുന്നതല്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും ശോഭ പറഞ്ഞു, എടാ അതല്ല, അന്ന് ശിവയോഗിയുടെ ആശ്രമത്തിൽ വെച്ച് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയത്തില്ലേ? ആ സമൃദ്ധയുടെ പിന്നാലെ ഒരു ഭ്രാന്തൻ നടപ്പുണ്ട്, ആ സച്ചി. അവൻ ഏതെങ്കിലും വഴിയിൽ വെച്ച്, പൊതു സ്ഥലത്ത് വെച്ച് ആ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലെങ്ങാനും കടന്നു പിടിച്ചാലോ, സമൃദ്ധയെ അങ്ങനെ ആരുടെയും മുന്നിൽ വെച്ച് കയ്യിൽ കടന്നു പിടിച്ച് ഇവളെന്റെ ഭാര്യയാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിന് നാണക്കേട് ആർക്കാടാ? നമുക്ക് തന്നെയല്ലേ എന്നായി ശോഭയുടെ ചോദ്യം. അത് കേട്ടതും പെട്ടെന്ന് ഗോകുലിന്റെ മനസ്സ് ഓടിപ്പോയത് ശശിയും ഗോകുലും തമ്മിലുള്ള ആ സംസാരത്തിലായിരുന്നു. അർച്ചന ശശിയെ തിരിച്ചറിയുന്ന ദിവസം, അർച്ചന തന്റെ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകളിലേക്ക് തിരിച്ചു മടങ്ങി വരുന്ന ദിവസം, അന്ന് സച്ചിയും സച്ചിയെ ചുറ്റിപ്പറ്റിയുള്ള ആ ലോകം മാത്രമായിരിക്കും അർച്ചനയുടെ മനസ്സിലുണ്ടാവുക. അന്ന് ഈ ഗോകുലിന്റെ കുടുംബവും അർച്ചനയ്ക്ക് വളരെ അപരിചിതരായി മാറിയിരിക്കും. അന്ന് ഈ ഗോകുൽ അർച്ചനയുടെ മനസ്സിൽ അർച്ചനയുടെ ഓർമ്മകളിൽ പോലും ഗോകുൽ എന്നൊരു ചിത്രം ഉണ്ടാവുകയില്ല എന്ന് ഗോകുൽ അന്ന് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തുപോയി. ഉടനെ ശോഭ ചോദിച്ചു, എടാ നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഗോകുല് പറഞ്ഞു, അമ്മേ, ശശി അങ്ങനെയൊന്നും ചെയ്യില്ല, അന്ന് അയാൾക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞപ്പോ, എന്താ നീ അവനെ പോയി കണ്ടോ എന്ന് ചോദിച്ചു. അല്ലമ്മേ, അയാൾ എന്നോട് പറഞ്ഞു, ഓഫീസിൽ വന്നിരുന്നു, എന്നോട് ക്ഷമ ചോദിച്ചു, അന്ന് അബദ്ധത്തിൽ അങ്ങനെയെല്ലാം സംഭവിച്ചു പോയതാണമ്മേ എന്ന് പറഞ്ഞ് ഗൂഗിൾ അമ്മയെ സമാധാനപ്പെടുത്തി. ഉടനെ ശോഭ പറഞ്ഞു, എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് ഏറ്റവും വലുത് എന്റെ മകന്റെ ജീവിതമാണ്. അവന്റെ ജീവിതം സുരക്ഷിതമാകുക എന്നതാണ് എന്നെ സംബന്ധിച്ച് വലിയ കാര്യം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് ശോഭ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും ഗൗരിമോള് അരികിലേക്ക് എത്തി. അച്ഛാ, ഇത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നപ്പോഴും, എന്താടാ, എന്താ പറ്റിയത് എന്ന് ഗൂഗിൾ അന്വേഷിച്ചു. അപ്പോഴേക്കും ഗൗരിമോള് പറഞ്ഞു, അച്ഛാ, അമ്മ ഇതുവരെയായിട്ടും മടങ്ങി വന്നിട്ടില്ല. ശിശിരാന്റി ആണെങ്കിൽ കിച്ചണിൽ ജോലി തിരക്കിലുവാ. എനിക്ക് സ്കൂളിൽ പോകണ്ടേ, എന്റെ മുടി ഒന്ന് കെട്ടിത്തരണം. അച്ഛൻ ഇനിയിപ്പോ ആരാ കെട്ടിത്തരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതാണോടാ, അത് അച്ഛൻ ചെയ്തു തരാലോ എന്ന് പറഞ്ഞ് ഗൂഗിൾ വേഗം തന്നെ ഗൗരിമോളുടെ മുടി പിന്നി കൊടുക്കാനായിട്ട് ഒരുങ്ങി. അങ്ങനെ മുടി നല്ല ഭംഗിയായി പിന്നി ഒതുക്കി ഗൗരിമോൾക്ക് രണ്ട് സൈഡിലേക്കും ആ മുടി പിന്നി മടക്കിയിട്ട് കൊടുത്തു. ഇത് കണ്ടതും ഗൗരിമോൾക്ക് വലിയ അതിശയായി. ആഹാ, കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ് തന്റെ മുടി രണ്ടും ഫ്രണ്ടിലേക്ക് ഇട്ട് അതിലെ ബാൻഡൊക്കെ ഇട്ടേക്കുന്നതൊക്കെ നോക്കിയിട്ട് അതിശയത്തോടെ ഗൗരിമോള് പറഞ്ഞു, ഹായ്, സൂപ്പർ ആയിട്ടുണ്ടല്ലോ, അച്ഛനതൊക്കെ എങ്ങനെയാ അറിയാവുന്നത് എന്ന് ചോദിച്ചതും, ഇതൊക്കെ പഠിച്ചിട്ടാണോടാ? ഇതൊക്കെ നമ്മളങ്ങ് പഠിച്ചു പോവല്ലേ. ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിൽ നമ്മുടെ ഒപ്പം എന്നും ആരും ഉണ്ടാവുമെന്ന് വരില്ല. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കൊപ്പം വന്നു ചേരുന്ന പലരും പാതി വഴിയിൽ ചിലപ്പോ നമ്മളെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോയേക്കും. ചിലപ്പോ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നടക്കേണ്ടിയും വരും. അങ്ങനെ വന്നാൽ നമ്മൾ എന്നും തനിച്ചു തന്നെയാണ് മുന്നോട്ട് പോകേണ്ടി വരിക. അതുകൊണ്ട് ജീവിതത്തിൽ തനിച്ചുള്ള യാത്രയാണ് നമ്മുടെ മുന്നിലുള്ളത്. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് കുഞ്ഞെ എന്ന് ഗൗരിമോൾക്ക് ഗൂഗിൾ പറഞ്ഞു കൊടുക്കുമ്പോ അത് കേട്ടതും വലിയ അതിശയത്തോടെ ഗൗരിയുടെ ആ വാക്കുകൾ കേട്ട് അതിശയത്തോടെ നോക്കുകയാണ് ഗൗരിമോൾ. ഗൂഗിളിന്റെ വാക്കുകൾ കേട്ട് അതിശയത്തോടെ ഗൗരിമോൾ നോക്കിയിരുന്നു. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ, അത് അങ്ങനെയാണ് മോള് കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ മോൾക്ക് അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടാവും എന്നറിയിച്ചു. അതിനുശേഷം അർച്ചന നേരെ ക്ഷേത്രത്തിലേക്ക് വന്നെത്തി. അർച്ചന ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതും ഓട്ടോക്കാരനോട് പറഞ്ഞു, ചേട്ടാ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പൊ തന്നെ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഉടനെ തന്നെ അർച്ചന പറഞ്ഞത് കേട്ട് വേഗം വരണേ എന്ന് അയാൾ അറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് അർച്ചന ക്ഷേത്രത്തിലേക്ക് കയറി പോകുമ്പോ അവിടെ തൊഴാനായിട്ട് അർച്ചന മുന്നോട്ട് നടക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് അർച്ചന എന്നൊരു വിളി വന്നു. എന്തോ എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ആ പിൻവിളി കേട്ട്, പിന്നിൽ നിന്ന് അർച്ചന എന്ന് വിളിക്കുന്നത് കേട്ട് അതിന് മറുവിളി കേട്ടുകൊണ്ട് അർച്ചന പിന്തിരിഞ്ഞു നോക്കുമ്പോ അർച്ചനയുടെ പിന്നിൽ വന്ന് നിന്ന് അർച്ചനയെ നോക്കി നിന്നത് രാജീവായിരുന്നു. രാജീവിനെ കണ്ടതും ആകെ അങ്കലാപ്പോടെ ഞെട്ടലോടെ അർച്ചന അങ്ങനെ സ്തംഭിച്ച് നോക്കി നിൽക്കുന്നു.